ക്കും എജുലേറ്റ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സെക്ഷനാണെന്ന്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ പറയുന്നത് 2024 ഓഗസ്റ്റ് 13 നടന്ന ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കാറ്റഗറി കോഡ് 58/2024, അതേപോലെ 59/2024, 60/2024 ഇതിലുള്ള കുറെ കാറ്റഗറിയിലേക്കുള്ള ഒരു എക്സാം ആയിരുന്നു. അതായത് ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, LD ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 തുടങ്ങിയ പോസ്റ്റുകളിലേക്കൊക്കെ വന്ന ഒരു ക്വസ്റ്റ്യന്റെ ടൈപ്പ് റൈറ്ററിന്റെ ഭാഗവും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഭാഗവുമാണ് നമ്മളിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നോക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ നിന്നാണ്. നമുക്ക് കമ്പ്യൂട്ടറിന് സ്റ്റാർട്ട് ചെയ്ത് പോവാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ? ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ ആണ്, ചെറിയ കുട്ടികൾക്ക് വരെ ആൻസർ അറിയുന്നതാണ് അല്ലെ. ഏതാണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ? ഏതാണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലേ. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താ? CPU അല്ലേ. CPU ഈസ് ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. അപ്പോൾ ഈ CPUവിന്റെ ഫുൾ ഫോം ആണ് എന്ത്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇനി CPUവിലെ ഭാഗങ്ങളല്ലേ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ഒക്കെ അല്ലേ. അപ്പം അത് നമ്മൾ മെമ്മറിന്റെ ക്ലാസ്സിൽ നമ്മൾ CPUവിനെ കുറിച്ചും മെമ്മറിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞതാണ്. അപ്പൊ ആ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഔട്ട്പുട്ട് ഡിവൈസിന്റെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ. ഒന്നെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. സോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസുകൾ നന്നായി പഠിക്കുക. നമ്മൾ എടുത്ത ക്ലാസ്സിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ നമ്മൾ ഓരോ ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരിക? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്? തന്നിട്ടുള്ളതിൽ ഏതാണ് ഔട്ട്പുട്ട് ഡിവൈസ്? കീബോർഡ്, ലൈറ്റ് പെൻ, മൗസ്, പ്രിന്റർ. ഏതാണ് ആൻസർ വരിക? ഏതാണ്? പ്രിന്റർ ആണ് ഔട്ട്പുട്ട് ഡിവൈസ് വരിക അല്ലെ. 11th ഫസ്റ്റ് അതാണ് CPU ആണ് ആൻസർ വരിക, അതറിയാലോ. ഇനി അപ്പം ഇവിടെ ഏതാണ് ഔട്ട്പുട്ട് ഡിവൈസ്? ഏതാണ് വരിക? പ്രിന്റർ ആണ് അല്ലെ. കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്, ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് അല്ലെ. കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്. അതേപോലെ മൗസ് ഇൻപുട്ട് ഡിവൈസ് ആണ്. ലൈറ്റ് പെൻ ഇൻപുട്ട് ഡിവൈസ് ആണ്. മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് കൂടിയാണ് അല്ലെ. ഇനി കീബോർഡ് എന്താ, മൗസ് എന്താ, ലൈറ്റ് പെൻ എന്താന്നൊക്കെ ഉള്ള അറിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി ബൈറ്റ്സ് ഡസ് 2 കിലോബൈറ്റ്സ് റെപ്രസെന്റ്? ഇവിടെ നോക്കൂ, നമ്മൾ സാധാരണ നമുക്ക് വരാറ് ഇത്ര ബൈറ്റ് അല്ലെ 1 മെഗാബൈറ്റ് എത്ര ബൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കിലോബൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, അല്ലെങ്കിൽ എത്രയാണ് ഒരു ബൈറ്റ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരാറ്. ഇവിടെ വന്ന് നോക്കൂ, ഹൗ മെനി ബൈറ്റ്സ് ഡസ് 2 കിലോബൈറ്റ്സ് റെപ്രസെന്റ് എന്ന്. 2 കിലോബൈറ്റ്സ് എത്രയാ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. അപ്പം 1 കിലോബൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? 1 കിലോബൈറ്റ് എന്ന് പറയുന്നത് 1 കിലോബൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1024 ബൈറ്റ് ആണ് അല്ലെ. 1024 അല്ലെ. 1024 ബൈറ്റിനെയാണ് 1 കിലോബൈറ്റ് എന്ന് പറയാം. അപ്പൊ 2 കിലോബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 ഇൻറ്റു 2 അല്ലെ വരിക അല്ലെ. ഇൻറ്റു 2 ആണ് വരിക അല്ലെ. 1024 ഇൻറ്റു 2 വരും. അപ്പൊ എത്ര വരും? 2048 അല്ലെ. അപ്പൊ ആൻസർ എത്രയാണ് വരിക? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് ആ മെമ്മറി യൂണിറ്റുകൾ ഒന്ന് ആലോചിക്കണം. എത്രയാണ്? ഒരു 4 നിബിളിനെയാണ് ഒരു ബിറ്റ് എന്ന് പറയാ. 8 ബിറ്റുകളാണ് ഒരു ബൈറ്റ്. ഒരു 1024 ബൈറ്റുകളെയാണ് നമ്മൾ എന്താ പറയാ? ഒരു കിലോ ബൈറ്റ് എന്ന് പറയാ. 1024 കിലോബൈറ്റ് ആണ് ഒരു മെഗാബൈറ്റ്. 1024 മെഗാബൈറ്റ് ആണ് ഒരു ജിഗാബൈറ്റ്.
1024 ജിഗാബൈറ്റ് ആണ് ഒരു ടെറാബൈറ്റ്. അപ്പൊ ആ മെമ്മറി യൂണിറ്റുകളൊന്നും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫുൾ ഫോം ഓഫ് URL നമ്മൾ പ്രീവിയസ് ആയി പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 or 3 തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. URLന്റെ ഫുൾ ഫോം എന്താ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണോ, യൂണിഫോം റിസോഴ്സ് ലിങ്ക് ആണോ, യൂണിഫോം രജിസ്ട്രേഡ് ലിങ്ക് ആണോ, അതോ നൺ ഓഫ് ദിസ് ആണ്? ഏതാണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അല്ലേ. ഇനി അടുത്തത് 15th ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഡെവലപ്ഡ് ബൈ ആപ്പിൾ? അതായത് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതെന്നാ? ലിനക്സ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്, മാക് OS ഉണ്ട്, ഡോസ് ഉണ്ട്. ഇപ്പൊ ഏതാ വരിക? മാക് OS അല്ലെ. ലിനക്സ് ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ, വിൻഡോസ് അല്ല, ഡോസ് അല്ല, പിന്നെ ഏതാ വരിക? മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് ആപ്പിൾ ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, what is the name of a device that converts digital signals to analog signal? ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി കൺവേർട്ട് ചെയ്യുന്ന ആരാണ്? മോഡമാണ്. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലായിട്ടും അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ആര്? മോഡം അല്ലെ. ദെൻ അതിലുള്ള മറ്റു ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കൂ. ഓപ്ഷൻ എ ഏതാണ് കൊടുത്തത്? ഓപ്ഷൻ എ കൊടുത്തത് ആരാണ്? റൂട്ടർ ആണ് അല്ലെ. റൂട്ടർ കൊടുത്തിന്. ആരാണ് റൂട്ടർ? റൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? IP അഡ്രസ്സുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒന്നിൽ കൂടുതൽ IP അഡ്രസ്സുകൾ അടിസ്ഥാനപ്പെടുത്തുക. അതായത് IP അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് നെറ്റ്വർക്കുകൾ, അതായത് ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ആര്? റൂട്ടർ. റൂട്ടർ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പറയാം. റൂട്ടർ എന്ന് പറഞ്ഞാൽ IP അഡ്രസ്സുകളെ ബേസ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ആര്? റൂട്ടർ. ദെൻ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. പക്ഷെ എന്താ പ്രത്യേകത? നമുക്ക് ഏത് കമ്പ്യൂട്ടറിലേക്കാണോ നമുക്ക് ഇൻഫർമേഷൻസ് നൽകേണ്ടത് അതിലേക്ക് മാത്രം അതിന് വേണ്ട പിന്നെ നിർദ്ദേശങ്ങൾ അയക്കുന്ന ഡിവൈസ് ആണ് ആര്? അതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ് ആര്? സ്വിച്ച് അല്ലെ. എന്നാൽ റിപ്പീറ്ററോ? റിപ്പീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? റിപ്പീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള ഇലക്ട്രിക് കാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്താൻ, അതായത് നമ്മളെ ഈ വിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് കാന്തിക പ്രകാശ വേവ്സുകളെ ശക്തിപ്പെടുത്താനുള്ള ഡിവൈസ് ആണ് ആര്? റിപ്പീറ്റർ ആണല്ലോ. അപ്പൊ ഈ മൂന്നും എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ മോഡമാണ് ആര്? ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കും അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്ന ആരാണ്? മോഡമാണ്. മോഡത്തിന്റെ ഫുൾ ഫോം എന്തേനി? ഡീമോഡുലേറ്റർ എന്നാണ് അല്ലെ. മോഡത്തിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? മോഡുലേറ്റർ. ഡീമോഡുലേറ്റർ എന്നായിരുന്നു മോഡത്തിന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ പൂർണ്ണരൂപം ആണല്ലോ. ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് DPI. DPI എന്ന് പറഞ്ഞാൽ എന്താ? DPI എന്ന് പറഞ്ഞാൽ ഡോട്ട്സ് പെർ ഇഞ്ച് ആണ് അല്ലെ. DPI എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? ഡോട്ട്സ് പെർ ഇഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയാ? DPI എന്ന് നമ്മൾ പറയാ. DPI എന്ന് പറഞ്ഞാൽ ഡോട്ട്സ് പെർ ഇഞ്ച്. ഫുൾ ഫോം നമ്മൾ ഇതിന് മുന്നേ നോക്കിയ ക്ലാസ്സുകളിലും അല്ലെ, നമ്മൾ ഇതിനു മുന്നേ നോക്കിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് ഈ DPIന്റെ ഫുൾ ഫോം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് DPI എന്നുള്ളത്? DPI എന്ന് പറയുന്നത് ശരിക്കും അതൊരു യൂണിറ്റ് ആണ് അല്ലെ. DPI എന്ന് പറഞ്ഞാൽ ഡോട്ട്സ് പെർ ഇഞ്ച് ആണ്. അതായത് നമുക്ക് ഈ പ്രിന്ററിൽ നമ്മൾ അതിനുള്ള പ്രിന്റ് ചെയ്യാനുള്ള നമുക്ക് ആ ഡോട്ടുകളെ നോക്കിയിട്ടല്ലേ നമ്മൾ പ്രിന്റ് ചെയ്യാം. അപ്പോൾ ആ റെസൊല്യൂഷനുള്ള പ്രിന്റ് ചെയ്യാനുള്ള ഡോട്ടുകൾ കണക്കാക്കാനുള്ള റെസൊല്യൂഷനുള്ള ഒരു യൂണിറ്റ് ആണ് ഏത്? DPI അല്ലെങ്കിൽ ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ B ആണ് വരിക. ഇനി 18th question. Every computer connected to the internet is identified by a unique 4-part string known as.
അതായത് എല്ലാ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളും എല്ലാ കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്കുകളും തമ്മിൽ കണക്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ കണക്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? അതിന്റെ IP അഡ്രസ് നോക്കിയിട്ടല്ലേ? ദെൻ ദ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ബേസിക് പഠിച്ച സമയത്ത് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഒരു ടോപ്പിക് ആയിരുന്നു ഏത്? കമ്പ്യൂട്ടറിലെ ഓരോ ജനറേഷൻ അല്ലേ? ആ ജനറേഷനിൽ ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു അതിൽ ഓരോ ജനറേഷനിലും നമ്മൾ യൂസ് ചെയ്തത് എന്താണോ അല്ലെ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ആ ജനറേഷനിൽ നമ്മൾ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത് അതിന് നല്ല ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. തേർഡ് ജനറേഷനിൽ എന്തായിരുന്നു? തേർഡ് ജനറേഷനിൽ IC ചിപ്പ് അല്ലെങ്കിൽ IC ചിപ്പിന്റെ പൂർണ്ണരൂപമാണ് എന്ത്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നുള്ളത് കേട്ടോ. അപ്പം IC ചിപ്പായിരുന്നു തേർഡ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ അല്ലെ? ഇനി ട്രാൻസിസ്റ്റർ നമ്മൾ ഏത് ജനറേഷനിൽ യൂസ് ചെയ്തതാ? ട്രാൻസിസ്റ്റർ സെക്കൻഡ് ജനറേഷനിലാണ് നമ്മൾ യൂസ് ചെയ്തത്. ട്രാൻസിസ്റ്റർ എവിടെയാണ്? സെക്കൻഡ് ജനറേഷനിൽ അല്ലേ? ഇനി ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? വാക്യൂം ട്യൂബ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്നത്. ഫോർത്ത് ജനറേഷനിലോ മൈക്രോ പ്രോസസർ ആയിരുന്നു ഫോർത്ത് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഫിഫ്ത്ത് ജനറേഷനിൽ AI അല്ലെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് യൂസ് ചെയ്ത സാങ്കേതിക വിദ്യ. ക്ലിയർ അല്ലേ? ഇനി 20th ക്വസ്റ്റ്യൻ പറയുന്നത് മാൽവെയർ ഈസ് ദ ഷോർട്ട് ഫോം ഫോർ മാലിഷ്യസ് സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു റെഫർ. അതായത് മാൽ സോഫ്റ്റ്വെയർ ഇല്ലേ? ഈ മാൽ സോഫ്റ്റ്വെയർ ഈ മാലിഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? മാൽവെയർ. അപ്പൊ അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്പൈവെയർ യൂസ് ചെയ്യാം, വൈറസ് യൂസ് ചെയ്യാം, വോം ആയിട്ടും യൂസ് ചെയ്യാം. all of the above. Then അടുത്തത് 21th ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ 21 പറയുന്നത് എന്താ? ഡാഷ് ഈസ് ദ സ്പെഷ്യൽ കൈൻഡ് ഓഫ് വെബ്സൈറ്റ് വിച്ച് ഓഫേഴ്സ് സോ മെനി സർവീസസ് ടു ഇറ്റ്സ് യൂസേഴ്സ്. അതായത് ഏതോ ഒരു വെബ്സൈറ്റ്, ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് വെബ്സൈറ്റ് ഉണ്ട്, അത് യൂസേഴ്സിന് ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പൊ ഏതാണ് അതിൽ? വെബ് ബ്രൗസർ ആണോ, വെബ് സെർവേഴ്സ് ആണോ, അതോ വെബ് പോർട്ടൽ ആണോ, അതോ നൺ ഓഫ് ദിസ് ആണ്? ഏതാ? വെബ് പോർട്ടൽസ് ആണ് ഒരുപാട് സർവീസുകൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റ് അല്ലെ? ഇനി 22nd ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ ആണ്. സെർച്ച് എഞ്ചിൻസിന് എക്സാമ്പിൾ ആരൊക്കെയാണ് എന്നാണ്. ആരൊക്കെയായിരുന്നു? EP ഒരു സെർച്ച് എഞ്ചിൻ ആണ്, DuckDuckGo ഒരു സെർച്ച് എഞ്ചിൻ ആണ്, Bing ഇസ് എ സെർച്ച് എഞ്ചിൻ. ഇപ്പം ഇവയൊക്കെ ആരാണ്? സെർച്ച് എഞ്ചിൻസ് ആണ് അല്ലെ? അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ D ആണ് ആൻസർ വരിക അല്ലെ? ഓപ്ഷൻ D ആണ് ആൻസർ വരിക. അപ്പൊ മറ്റു സെർച്ച് എഞ്ചിൻസ് ഏതൊക്കെയായിരുന്നു? അതേപോലെ യാഹു, ഗുരുജി ഒക്കെ ഏതാണ്? യാഹു, ഗുരുജി ഒക്കെ ഏതാ? സെർച്ച് എഞ്ചിൻസുകളാണ് അല്ലെ? യാഹു, ഗുരുജി. നമ്മൾ അന്ന് സെർച്ച് എഞ്ചിന്റെ കുറച്ച് ഫേമസ് ആയ കുറച്ച് സെർച്ച് എഞ്ചിൻസിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത്. ഏതൊക്കെയായിരുന്നു അത് ഓർമ്മയുണ്ടോ? ബിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ യാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഗുരുജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡക്ഡഗോ പറഞ്ഞിട്ടുള്ള ഒരിതാണ്. പിന്നെ ഫേമസ് ആയ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തവരൊക്കെയാണ് ഇവര് ഇപ്പി, യാഹു, ബിങ്, ഡക്ഡഗോ, അതേപോലെ തന്നെ ബിങ് ഒക്കെ. അതില് നമ്മള് ലോകത്തിലെ തന്നെ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഏതാണ്? ആർച്ചിയാണ് കേട്ടോ. ഫസ്റ്റ്, അതായത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? ആർച്ചിയാണ്. അതൊന്ന് ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത് 23rd ക്വസ്റ്റ്യൻ. 23rd ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ ടച്ച് സ്ക്രീൻ ഈസ് ഡാഷ് ടൈപ്പ് പെരിഫറൽ ഡിവൈസ്.
ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് പെരിഫറൽ ഡിവൈസ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിൽ ഓപ്ഷൻസ് ആയി വന്നത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി, ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇതാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പം ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു പെരിഫറൽ ഡിവൈസ് ആണ് ഇത് ടച്ച് സ്ക്രീൻ. ഓക്കെ, ഇനി 24th ക്വസ്റ്റ്യൻ. നോർട്ടൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് സോഫ്റ്റ്വെയർ. നോർട്ടൺ ഏത് ടൈപ്പ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ബ്രൗസർ, ആന്റിവൈറസ്, സെർച്ച് എഞ്ചിൻ, നൺ ഓഫ് ദിസ്. ഏതാണ് വരിക? നോർട്ടൺ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് വെബ് സോഫ്റ്റ്വെയർ ആണ്? നോർട്ടൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. നോർട്ടൺ ഈസ് എൻ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. അപ്പം അതേപോലത്തെ മറ്റ് സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? മറ്റുള്ള വേറെ ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? അവെയറ, മാക്ഫ്രീ, അവാസ്റ്റ്, AVG, അല്ലെ, സോഫോ. അവയ്ക്ക് എന്താണ്? അവെയറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു പേരാണ്. അവെയറ, അവെയറ, അവാസ്റ്റ്, AVG, സോഫോ, നോർട്ടൺ ഒക്കെ എന്താണ്? ആന്റിവൈറസുകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഈ സെർച്ച് എഞ്ചിൻ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞില്ലേ ഏതൊക്കെയാണ് സെർച്ച് എഞ്ചിൻസ് എന്നുള്ളത്. ഇനി അടുത്തത് നമ്മൾ 25th ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? ചാൾസ് ബാബേജ്. ഞാൻ എടുത്ത് ആരോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ചാൾസ് ബാബേജിനെയാണ് ആര്? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയാം. ഇനി 26th ക്വസ്റ്റ്യൻ. What do we call a collection of 2 or more computers that are located within a limited distance of each other and that are connected to each other directly or indirectly? എന്താ ചോദിച്ചത്? എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഒരു ലിമിറ്റഡ് ഏരിയയിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഡിവൈസ് ആണ്, അല്ലെ എന്ത് ടൈപ്പ് നെറ്റ്വർക്ക് ആണ് എന്നാണ് ചോദിച്ചത്. ഇന്റർനെറ്റ് ആണോ, ഇൻട്രാനെറ്റ് ആണോ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണോ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണോ? ലിമിറ്റഡ് ഏരിയ ആവുമ്പം എന്താണ് വരിക? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇനി മൊത്തം എല്ലാ സ്ഥലത്തുള്ളത് കണക്ട് ചെയ്യുന്നതാണ് ആര്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. നമ്മൾ നെറ്റ്വർക്കിന്റെ ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ, മാൻ, വാൻ ഒക്കെ കേട്ടോ. ഇനി 27th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മീൻ ബൈ ദ കൺസെപ്റ്റ് ഓഫ് WYSIM WYG ഇൻ MS വേർഡ്? എന്താണ്? സിമ്പിൾ ആണ് അല്ലെ? എന്താണ്? വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. ഇനി ഇതാ നോക്കൂ. W what, Y U, S C I is. W what, Y U G get. ഇനി 28th ക്വസ്റ്റ്യൻ. വിച്ച് കമാൻഡ്സ് ആർ പ്രസന്റ് ഇൻ ക്വിക്ക് അസസ് ടൂൾ ബാർ ഇൻ MS വേർഡ്? നമ്മൾ ക്വിക്ക് അസസ് ടൂൾ ബാറിന്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞാണ് അതിലുള്ള കമാൻഡ്സുകൾ അല്ലെ അതിലുള്ള ഓപ്ഷൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അത് പഠിക്കണം എന്നുള്ള ഡീഫോൾട്ട് ആയത്. അപ്പൊ അതിലുള്ള വന്ന് കണ്ടോ? അപ്പൊ ഏതൊക്കെയാ? സേവ് ഉണ്ട്, റീഡ് ഉണ്ട്, അണ്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ചോദിച്ചതാണ് കുറെ ഇതേപോലെ ഓപ്ഷൻ തന്നിട്ട് ഇല്ലാത്തത് ഏതാണെന്ന്. അന്ന് ഏതായിരുന്നു? സേവ് ആസ് ആയിരുന്നു ഇല്ലാത്തത് അല്ലെ. അതൊന്ന് ഓർത്ത് വെക്കണേ. അപ്പൊ ഇതിൽ ഏതാ ആൻസർ വരിക? ഓൾ ഓഫ് ദ എബോ ആണ് വരിക. ഇനി അടുത്തത് 29th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പേജ് ഓറിയന്റേഷൻ ഇൻ വേർഡ് ഡോക്യുമെന്റ്? വേർഡ് ഡോക്യുമെന്റിലെ പേജ് ഓറിയന്റേഷന് എക്സാമ്പിൾ ഏതാണെന്ന്. ഏതാ? ലാൻഡ്സ്കേപ്പ്, സൂപ്പർസ്ക്രിപ്റ്റ്,
സബ്സ്ക്രിപ്റ്റ് നൺ ഓഫ് ദിസ് ആണ്. ഏതാ വരിക? ലാൻഡ്സ്കേപ്പ് അല്ലേ? പേജ് ഓറിയന്റേഷൻ ഒക്കെ പറയുമ്പോൾ ഏതാണ്? ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും അല്ലേ വരിക? ഉറപ്പല്ലേ ലാൻഡ്സ്കേപ്പ്. ഇനി സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും ഒക്കെ ഉള്ള ഏത് ടാബിലായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹോം ടാബിലുള്ളതല്ലേ? ഹോം ടാബില് ഫോണ്ട് ഗ്രൂപ്പിലുള്ള ഓപ്ഷൻസ് ആണ് ആരൊക്കെ? സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും അല്ലെ? ഇപ്പൊ സബ്സ്ക്രിപ്റ്റ് എന്തിനായിരുന്നു? നമുക്ക് ഇപ്പം എന്തെങ്കിലും കെമിക്കൽ ഫോർമുലാസ് ഒക്കെ എഴുതണമെങ്കിൽ ബേസ് ലൈനിന് താഴെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര്? സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക. സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസ് ലൈനിന് മുകളിലായിട്ട്. ഇതാണ് ഇപ്പൊ നമ്മൾ ബേസ് ലൈൻ ആയി കാണുക. ഇതാണ് താഴത്തെ ബേസ് ലൈൻ, ഇതാണ് മുകളിലത്തെ ബേസ് ലൈൻ അല്ലെ? ഫോളോയിങ് എടുത്താല് അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് ഒരു ലെറ്റർ വരണമെങ്കിൽ അതിന് നമ്മൾ സൂപ്പർസ്ക്രിപ്റ്റ് ആണ് ചെയ്യുക. അതേപോലെ താഴെ വരണമെങ്കിൽ സബ്സ്ക്രിപ്റ്റ്. ഓക്കെ. ഇനി 13th ക്വസ്റ്റ്യൻ, 30ാമത്തെ ക്വസ്റ്റ്യൻ. ടു സെലക്ട് ഓൾ ദ ടെക്സ്റ്റ് ഇൻ MS വേർഡ് ഡോക്യുമെന്റ്. MS വേർഡിലെ മൊത്തം ഡോക്യുമെന്റ്സ്, അതായത് നമ്മൾ വേർഡിൽ ഒരു ഡോക്യുമെന്റ് നമ്മൾ ടൈപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെ നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. അപ്പൊ ആ മാറ്റർ നമുക്ക് മൊത്തത്തിൽ അങ്ങ് സെലക്ട് ചെയ്യണം. ആ മൊത്തത്തിൽ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ പ്ലസ് ഏത് ഷോർട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്യുക? നമ്മൾ ഷോർട്ട് കട്ട് കീന്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് ഏതാ വരിക? കൺട്രോൾ പ്ലസ് എ ആണ് വരിക. ഏതാണ്? കൺട്രോൾ പ്ലസ് എ ആണ് വരിക. കൺട്രോൾ പ്ലസ് എസ് സേവ് ചെയ്യാൻ, കൺട്രോൾ പ്ലസ് വി എന്തിനായിരുന്നു? പേസ്റ്റ് അല്ലെ? ഇനി കൺട്രോൾ പ്ലസ് ഐ ആണ് ബോൾഡ്, കൺട്രോൾ പ്ലസ് വി ആണെങ്കിൽ, കൺട്രോൾ പ്ലസ് സി ആണെങ്കിൽ കോപ്പി ഒക്കെ നമ്മൾ പഠിച്ചല്ലേ? ഷോർട്ട് കട്ട് കീ ചോദിക്കുന്നുണ്ട്, പഠിക്കുക. ഇനി 31, അതായത് 31ാമത്തെ ക്വസ്റ്റ്യൻ. ദ നെയിം ഓഫ് എ വേർഡ് ഡോക്യുമെന്റ് ഡിസ്പ്ലേസ് ഇൻ. അതായത് നമ്മളിപ്പം MS വേർഡ് ഓപ്പൺ ചെയ്ത് വന്നാൽ നമുക്ക് വരുന്ന ഈ ഒരു വിൻഡോ, ഈ വിൻഡോയില് നമ്മൾ ചെയ്യുന്ന ആ ഡോക്യുമെന്റിന്റെ ടൈപ്പ്, നമ്മളൊരു ഡോക്യുമെന്റോ അല്ലെ എന്തെങ്കിലും ഒരു മാറ്റർ ആയിരിക്കുമല്ലോ ടൈപ്പ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ സേവ് ചെയ്യും. അപ്പൊ അതിന്റെ പേര് അല്ലെങ്കിൽ ആ ഡോക്യുമെന്റിന്റെ നെയിം ഡിസ്പ്ലേ ചെയ്യുക എവിടെയാണ്? റിബണിലാണോ, സ്റ്റാറ്റസ് ബാറിലാണോ, ടൈറ്റിൽ ബാറിലാണോ, ഹോം ടാബിലാണോ? എവിടെയാണ്? ടൈറ്റിൽ ബാറിലാണ് അല്ലെ? ടൈറ്റിൽ ബാറിലാണ് ഡോക്യുമെന്റിന്റെ നെയിം എന്ത് ചെയ്യുക? ഡിസ്പ്ലേ ചെയ്യുക. ഇനി നമ്മൾ സേവ് ചെയ്യുമ്പോഴാണ് നെയിം കൊടുക്കുക. നെയിം കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന പേരെന്താ? ഡോക്യുമെന്റ് എന്നല്ലേ? ഇനി നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് ഏതാ? തുറന്നു വരുന്ന വേർഡിലുള്ള വിൻഡോയുടെ ഏറ്റവും താഴെയുള്ള ഭാഗം അല്ലെ? ഈ താഴെയുള്ള ഈ ബാറിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റാറ്റസ് ബാർ എന്ന് പറയാ. അവിടെ വരിക കറന്റ് ഡോക്യുമെന്റിൽ പേജ് നമ്പർ, അതേപോലെ പ്രൂഫിംഗ് എററിന്റെ അങ്ങനത്തെ അതൊക്കെയാണ് വരിക. ഇനി റിബൺ മെനു എന്ന് പറയുന്നത് ഏതാ? ഈ ടൈറ്റിൽ ബാറിന്റെയും അതേപോലെ ഈ ഓഫീസ് ബട്ടൺ അല്ലെങ്കിൽ ക്വിക്ക് അക്സസ് ടൂൾ ബാറിന്റെയും ഒക്കെ എടുത്തായി വരുന്ന, അതിൽ തൊട്ട് താഴെയായി വരുന്ന വേർഡ് 2007 വേർഡ് തൊട്ട് വേർഷനിൽ വരുന്ന പുതിയ ആളാണ് ആര്? റിബൺ അല്ലെ? ഈ റിബൺ മെനുവിലാണ് ഫോണ്ടും മെനു ബാറും ഒക്കെ ഉൾപ്പെടുന്നത്. ഈ റിബൺ മെനുവിലെ ഒരു ടാബ് ആണ് ആര്? ഹോം ടാബ് ആണല്ലോ. ഇപ്പൊ എല്ലാം നമുക്ക് ക്ലിയർ അല്ലേ? ഇനി 32ാമത്തെ 32nd ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ഇൻ MS വേർഡ്? MS വേർഡിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ഏതാണ്? കൺട്രോൾ പ്ലസ് എച്ച് ആണ്. കൺട്രോൾ പ്ലസ് എച്ച് ആണ് ഇത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ളത്. വീണ്ടും ഷോർട്ട് കട്ട് കീ പേസ്റ്റ്. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ പേസ്റ്റ് ഇൻ MS വേർഡ്? പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ കൺട്രോൾ പ്ലസ് വി അല്ലെ? ഇനി കൺട്രോൾ പ്ലസ് പി പ്രിന്റിന്, കൺട്രോൾ പ്ലസ് എസ് സേവ്, കൺട്രോൾ പ്ലസ് ഇ അലൈൻമെന്റ്. ഏത് അലൈൻമെന്റ് ആയിരുന്നു എന്ന് ഓർത്തു നോക്കുക. ഇനി അടുത്തത് 34th ക്വസ്റ്റ്യൻ. ഇൻ MS വേർഡ് വിച്ച് എനാബിൾസ് ടു സെൻഡ് ദ സെയിം ലെറ്റർ ഇൻ ഡിഫറെന്റ് പേഴ്സൺ. അതായത് നമ്മളിപ്പോ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തു എന്ന് വെക്കുക. ആ ലെറ്റർ നമുക്ക് ഈ സെയിം മാറ്റർ തന്നെ ഒരുപാട് പേർക്ക് അയക്കണം. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് അത് അയക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ടല്ലോ. അപ്പൊ നമുക്ക് ഏതോ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങ് സെൻഡ് ചെയ്യുക. അത് ഏതാണ് ഓപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഓപ്ഷൻ? മെയിൽ മെർജ് ആണ് അല്ലെ? ഇനി അടുത്തത് 35th ക്വസ്റ്റ്യൻ. 35th ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഇത് നമുക്ക് വേണ്ട.
ഇനി 36. In MS Excel, the intersection of column and row in a worksheet is called. അതായത് എക്സലില് കോളത്തിന്റെയും റോയിന്റെയും ഇന്റർസെക്ഷനെ എന്താണ് നമ്മൾ വിളിക്കുക എന്നാണ്. ഒരു എക്സൽ വർക്ക്ഷീറ്റില് നമ്മൾ കോളത്തിന്റെയും റോയിന്റെയും ഇന്റർസെക്ഷനെ നമ്മൾ വിളിക്കുക എന്താ? പേജ് ബ്രേക്ക് എന്നാണോ? അല്ല, സെൽ എന്നാണ് വിളിക്കുക. സെൽ ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം അല്ലേ? ഇനി അടുത്തത് 37th question. Which programming language is used to write a macro in MS Excel? അതായത് MS Excelല് റൈറ്റ് എ മാക്രോ ഇൻ MS Excelൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്? വിഷ്വൽ ബേസിക് ആണ്. ക്ലിയർ അല്ലേ? 37th ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി. ഇനി 38th question നമ്മൾ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 38th question ഇല്ല, ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വേണ്ട. ഇനി നമ്മൾ 39th question. ഇൻ MS Excel, വാട്ട് ഈസ് ദ സിൻടാക്സ് ഫോർ പവർ ഫംഗ്ഷൻ? പവർ ഫംഗ്ഷന്റെ സിൻടാക്സ് ഏതാ വരിക? ഈക്വൽ ടു പവർ നമ്പർ പവർ. അപ്പം ഓപ്ഷൻ ഏതാണ് വരിക? സി. ഓപ്ഷൻ സി ആണ് വരിക. ക്ലിയർ അല്ലേ? അടുത്തത് 40th question ആണ്. ഇൻ വിച്ച് ഫംഗ്ഷൻ റിട്ടേൺ ദ റിമൈൻഡർ ആഫ്റ്റർ എ നമ്പർ ഈസ് ഡിവൈഡ് ബൈ എ ഡിവൈസർ ഇൻ എക്സൽ? എക്സലില് നമ്മളൊരു ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് റിമൈൻഡർ റിട്ടേൺ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എക്സലില്. ഇപ്പം എക്സലില് അതിന് വരുന്ന നമ്മൾ എക്സലിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഫംഗ്ഷനും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി പറഞ്ഞു തരിക. അപ്പം ഇവിടെ ഏതാണ് ആൻസർ വരിക? അപ്പം ഇവിടെ ആൻസർ വരിക ഏതാണെന്ന് വെച്ചാല് മോഡാണ് ആൻസർ വരിക. മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ റിമൈൻഡർ, അതായത് നമ്മൾ ഒരു നമ്പറിനെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇത് മോഡ്. ക്ലിയർ അല്ലേ? ഇനി ഫാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമുക്ക് ഫാക്ട് ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുക? ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കിട്ടാനാണ് ഫാക്ട് ഫംഗ്ഷൻ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയും കേട്ടോ. എക്സലിന്റെ ക്ലാസ്സിൽ നമുക്ക് ഓരോന്നിനെ കുറിച്ചും പറയാം. ഇനി വിച്ച് ചാർട്ട് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ എക്സൽ? എക്സലില് ഇതിൽ തന്നിട്ടുള്ള ഏത് ചാർട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? പൈ ചാർട്ട്, ഡോണറ്റ് ചാർട്ട് ഉണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്, ഓൾ ഓഫ് ദ എബോവ്. ഇതില് ഈ ചാർട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എക്സലില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇനി 42th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? എക്സൽ ഡിസ്പ്ലേസ് ദ കറണ്ട് സെൽ അഡ്രസ്. എക്സലില് നമ്മൾ ഒരു സെല്ല് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കറണ്ട് സെല്ലിന്റെ അഡ്രസ്സ് എവിടെയാണ് കാണിക്കാന്ന്? നെയിം ബോക്സിലാണ് നമുക്ക് എന്ത് കാണിക്കുക? എക്സലില് ആ കറണ്ട് സെല്ലിന്റെ അഡ്രസ്സ് കാണിക്കാം അല്ലേ? ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല കാട്ടുന്നത് എവിടെയാണ്? ഫോർമുല ബാറിലാണ്. സ്റ്റാറ്റസ് ബാറും ടൈറ്റിൽ ബാറും അറിയാലോ. ഇനി 43th ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദീസ് ഈസ് ദ പേജ് സെറ്റപ്പ് ഓറിയന്റേഷൻ ബൈ ഡിഫോൾട്ട് ഇൻ ദ സ്ലൈഡ് ഇൻ പവർ പോയിന്റ്? സിമ്പിൾ ആയി പറഞ്ഞാൽ എന്താണ്? നമ്മളെ പവർ പോയിന്റില് ഉപയോഗിക്കുന്ന ഡീഫോൾട്ട് ആയ പേജ് ഓറിയന്റേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ലാൻഡ്സ്കേപ്പ് ആണ്. ഇനി അടുത്തത് വാട്ട് ഈസ് എ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്? എന്താണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത് എന്താ?
പ്രോഗ്രാമുകൾ പ്രസന്റ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലേ? എന്താ പ്രസന്റേഷൻ പ്രോഗ്രാം ആണ് എന്ത്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അല്ലാതെ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്ത് വരണമായിരുന്നു? എക്സൽ വരണമായിരുന്നു അല്ലേ? ഇനി 45th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് എ പേജ് ടു ക്രിയേറ്റ് എ പ്രസന്റേഷൻ ഇൻ പവർ പോയിന്റ്? പവർ പോയിന്റിൽ നമ്മൾ പ്രസന്റേഷൻ നടത്തുന്ന ആ പേജില്ലേ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ പേജിനെ നമ്മൾ എന്താ വിളിക്കുക? സ്ലൈഡ് അല്ലെ? ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എക്സലിലാണെങ്കിൽ അവിടെ ഏത് പേരായി? വർക്ക് ഷീറ്റായി അല്ലെ? ഷീറ്റിനായി. ഇനി വേർഡിലാണെങ്കിൽ എന്തായി? ഡോക്യുമെന്റ് ആയി. ഇനി 47th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റോപ്പ് ദ സ്ലൈഡ് ഷോ? Which of the following shortcut key is used to stop the slideshow? സ്ലൈഡ് നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ലൈഡ് ഷോ നമുക്ക് നിർത്തണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട്കട്ട് കീ നമ്മൾ പഠിച്ചതാണ് ഓപ്ഷൻ എ ആണ് അല്ലേ? ഇനി അടുത്തത് 48th ക്വസ്റ്റ്യൻ. 48th ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ഹെൽപ്പ് ഇൻ പവർ പോയിന്റ്? പവർ പോയിന്റിൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട്കട്ട് കീ ഏതാണ്? F1 അല്ലേ? ഇനി വിച്ച് ഈസ് ദ മെനു ടു ക്രിയേറ്റ് എ ടെക്സ്റ്റ് ബോക്സ് ഓൺ എ സ്ലൈഡ്? ഒരു സ്ലൈഡിൽ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന മെനു ഏതാണ്? യൂസ് ചെയ്യുക? ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ്. ക്ലിയർ ആണല്ലോ? ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്, പവർ പോയിന്റ് പ്രസന്റേഷൻ ഈസ് എ കളക്ഷൻ ഓഫ്. പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ കളക്ഷനാ? പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ പെടും? സ്ലൈഡ്സും ഹാങ് ഔട്ട് പെടും, സ്പീക്കേഴ്സ് നോട്ട് പെടും, ഔട്ട്ലൈൻ പെടും, സ്ലൈഡ് ഷോ പെടും അല്ലെ? എല്ലാം പെടും, ഓൾ ഓഫ് ദ എബോ. ഇനി അടുത്തത് 51. ഇത്രയാണ് കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ടൈപ്പ് റൈറ്ററിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ടൈപ്പ് റൈറ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ഏതാ? മലയാളം ടൈപ്പ് റൈറ്റർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ? മലയാളം ടൈപ്പ് റൈറ്റർ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? NS പണ്ടാല. മലയാളം ടൈപ്പ് റൈറ്റർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ NS പണ്ടാല. ഇനി റിതമിക് ടച്ച് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ്. റിതമിക് ടച്ച് മെത്തേഡ്. റിതമിക് ടച്ച് മെത്തേഡിനെ നമ്മൾ മറ്റൊരു പേര് പറയുന്നത് എന്താ? സ്റ്റക്കോട്ടോ മെത്തേഡ്. സ്റ്റക്കോട്ടോ മെത്തേഡ് ഓപ്ഷൻ പി ആണ്. ഓക്കെ. ഇനി ടൈപ്പ് ഗൈഡ്. ടൈപ്പ് ഗൈഡ് ഈസ് ഫിറ്റഡ്. ടൈപ്പ് ഗൈഡ് എവിടെയാ ഫിറ്റ് ചെയ്തിട്ടുള്ളത്? ടൈപ്പ് ഗൈഡ് ഈസ് ഫിറ്റഡ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് വരിക അല്ലെ? ടൈപ്പ് ഗൈഡ് എന്ന് പറയുന്നത് എവിടെയാണ്? സെഗ്മെന്റിന്റെ ഏറ്റവും മുകളിലാണോ താഴെയാണോ? സെഗ്മെന്റിന്റെ ഏറ്റവും താഴെയാണ് അല്ലെ? സെഗ്മെന്റിന്റെ ബോട്ടം ഓഫ് ദ സെഗ്മെന്റിലാണ് ടൈപ്പ് ഗൈഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോറി, ടൈപ്പ് ഗൈഡ് ഈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പം ഇവിടെ കൊടുത്തത് അറ്റ് ദി ടോപ്പ് ഓഫ് ദി സെഗ്മെന്റ്, അറ്റ് ദി മിഡിൽ ഓഫ് ദി സെഗ്മെന്റ്, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് ഇൻ ദിസ് സ്റ്റേറ്റ്മെന്റ് എന്നാ ചോദിച്ചത്. സോറി, ഇതിൽ ഏതാണ് ഫോൾസ് എന്നാണ് പറഞ്ഞത്. ഞാൻ ആൻസർ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പം 53 എന്താണ് ആൻസർ വരിക? ഫസ്റ്റിലെ എവിടെയാണ് പിന്നെ സെഗ്മെന്റ് ഉണ്ടാവുക? ടൈപ്പ് ഗൈഡിന്റെ ടോപ്പ് ഓഫ് ദി സെഗ്മെന്റ് അല്ലേ? അപ്പം ഓപ്ഷൻ ഏതാ തെറ്റായി വന്നത്? ബോട്ടം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി 54th ക്വസ്റ്റ്യൻ, ഐറ്റം റിക്വയർഡ് ഫോർ ക്ലീനിങ് എ ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്റർ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ഏതാണ്? ലോങ് ബ്രഷും പോളിഷിംഗ് ക്ലോത്ത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓയിൽ ക്യാൻ ഉപയോഗിക്കാറുണ്ട്, ഹാറ്റ് പിന്നും ഉപയോഗിക്കാറുണ്ട് അല്ലെ? അപ്പോ ഏതാണ് വരിക? ഓപ്ഷൻ എയും ബി. ഓപ്ഷൻ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എയും ബിയും ഉൾപ്പെടുന്നു. ഇത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എന്താ വെച്ചാല് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇനി ഇതിൽ ഏതൊക്കെയാ ശരിയെന്നാ? നമ്മള് ടൈപ്പ് റൈറ്ററിന്റെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഓയിൽ ബ്രഷും പോളിഷിംഗ് ക്ലോത്തും യൂസ് ചെയ്യാറുണ്ടല്ലോ അല്ലെ?
അതേപോലെ തന്നെ ഓയിൽ ക്യാനും ഹാറ്റ് പിന്നും യൂസ് ചെയ്യാറുണ്ട് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഏത് ഓപ്ഷൻ ഇത് ശരിയാണ് അല്ലേ? ഈ ഇത് എയും ബിയും ശരിയാന്നുള്ളത് ഇത് കറക്റ്റ് ആണ്. പിന്നെ ഏതാ ഉപയോഗിക്കാറ്? പിന്നെ പെട്രോളും സോഫ്റ്റ് റാങ്കും ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പം ഇവ മൂന്നുമാണ് ഉപയോഗിക്കുന്നത് അല്ലെ? എയും ബിയും സിയും അപ്പൊ അത് ഏതാണ് വരിക? ഓൺലി 1 and 2, അതായത് ഇവ രണ്ടും വരുന്നത്, എയും ബിയും സിയും വരുന്നത് അല്ലെ? ഈ 4 ഇതല്ലേ വരിക? അപ്പൊ ആൻസർ ചെയ്ത ഒരു ഓപ്ഷൻ എ ആണ് വരിക അല്ലെ? പിന്നെ ക്ലീനിങ് പേസ്റ്റും സ്ക്രൂ ഡ്രൈവറും ഒന്നും നമ്മൾ ടൈപ്പ് റൈറ്ററിന്റെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലല്ലോ. നമുക്ക് ഇവിടെ ആൻസർ കിട്ടും, പക്ഷെ നമ്മൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ തെറ്റിപ്പോവരുത് കേട്ടോ. ഇനി 55th question. റോക്കർ മെക്കാനിസം ഇൻക്ലൂഡഡ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഫോളോയിങ് പാർട്സ്. റോക്കർ മെക്കാനിസം ഉൾപ്പെടുന്ന അല്ലെ അതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം 55 ആൻസർ എന്താ വരിക? ആൻസർ എ അല്ലേ വരിക? എന്തുകൊണ്ടാ? റോക്കർ മെക്കാനിസത്തിൽ ആരൊക്കെയാ? പീനിയൻ വീൽ ഉണ്ട്, എസ്കേപ്മെന്റ് വീൽ ഉണ്ട് ഇല്ലേ? അതേപോലെ തന്നെ ലൂസ് ഡോഗും ഉണ്ട് അല്ലേ? തേർഡ് വരാഞ്ഞ എന്താ വെച്ചാല് കൂടെ സെഗ്മെന്റ് സ്ലോട്ട് വന്നു. സെഗ്മെന്റ് സ്ലോട്ട് റോക്കർ മെക്കാനിസത്തിൽ പെടുന്ന ആളല്ല. അതേപോലെ തന്നെ ഫോർത്തില് ലൂസ് ഡോഗ് ഉണ്ട്, പക്ഷെ പ്ലാറ്റൻ ഇല്ലല്ലോ, സിലിണ്ടറിന് നമ്മൾ പറയാറില്ലല്ലോ. അപ്പം എന്തുകൊണ്ടാണ്? അപ്പം ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ 1 and 2 എന്നുള്ള, അതായത് ഓൺലി 1ഉം 2ഉം വരുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. പീനിയൻ വീൽ ഉണ്ടാവും, എസ്കേപ്മെന്റ് വീൽ ഉണ്ടാവും, ലൂസ് ഡോഗ് അല്ലെ? റിജിഡ് ഡോഗും ഉൾപ്പെടും, പക്ഷെ റിജിഡ് ഡോഗിന്റെ കൂടെ വന്ന ആളും കൂടെ ഉള്ളതുകൊണ്ടാണ് അത് ഇതിൽ ഉൾപ്പെടാഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി 56th question. ഫ്രം ദ ബിലോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓപ്ഷൻസ് ആർ ട്രൂ? തന്നിട്ടുള്ളതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. When the machine is at rest, the loose dog is in action. മെഷീൻ റെസ്റ്റ് എടുക്കുമ്പോൾ എന്താ? ലൂസ് ഡോഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ആക്ഷനിലായിരിക്കും. When the pressure on the rigid dog leaves the tooth and the loose dog catches the next tooth of the escapement wheel. അതായത് നമ്മൾ പിന്നെ തേർഡ് ഓപ്ഷൻ എന്താ പറയുന്നത്? when the character key is pressed, rigid dog is in action. Fourth, a carriage moves by 1 degree when loose dog leaves the tooth of the escapement wheel. അപ്പൊ അതിൽ ഏതൊക്കെയാ ശരി എന്നാണ് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി ആയിരിക്കും. കാരണം എന്താ വെച്ചാല് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ? ഓപ്ഷൻ ഡി വരില്ലേ? നോക്കൂ, മെഷീൻ റെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ? ലൂസ് ഡോഗ് ആക്ഷൻ വരുത്തല്ലേ ചെയ്യാറ്. നമ്മൾ റോക്കർ മെക്കാനിസം എടുത്ത സമയത്ത് ആ വർക്കിംഗ് എങ്ങനെയാന്നുള്ളത് കൃത്യമായി പറഞ്ഞതാ അല്ലെ ക്ലാസ്സിൽ. അതേപോലെ റിജിഡ് ഡോഗിലുള്ള പ്രഷർ ലീവ് ചെയ്യുന്ന സമയത്ത് ആ ടൂത്ത് വിടും. അപ്പൊ ആ പോകുന്ന ടൂത്ത് ആരാ പിന്നെ കയറി പിടിക്കുക? ലൂസ് ഡോഗ് ആണ് പിടിക്കുക അല്ലെ? അങ്ങനെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്യാരക്ടർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ഷനിൽ വരാ ലൂസ് ഡോഗ് അവിടെ സൈലന്റ് ആയിരിക്കും. അവിടെ നടത്തുന്ന ആക്ഷൻ ആരായിരിക്കും? അന്നേരം റിജിഡ് ഡോഗ് ആയിരിക്കും. ദെൻ കാരേജ് ഇവിടെ പറയുന്നത് എന്താ? കാരേജ് 1 ഡിഗ്രി മൂവ് ചെയ്യുന്നത് എങ്ങനെയാ? വെൻ ലൂസ് ഡോഗ് ഒരു ടീത്തിന്റെ എസ്കേപ്മെന്റ് വീലിന്റെ ഒരു ടൂത്ത് ഒരു പല്ല് വിടുമ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? കാരേജ് 1 ഡിഗ്രി മൂവ് ചെയ്യുന്നത്. അപ്പൊ എന്താ? റോക്കർ മെക്കാനിസത്തിന്റെ ുള്ള പോയിന്റ്സ് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ശരിയാണ് അല്ലെ? 56th ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ഇനി 57th question. The ribbon starts to move from one spool to another spool automatically known as. റിബൺ അല്ലേ? നമ്മൾ റിബൺ മൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റിബൺ മൂവ്മെന്റിൽ ഒരു സ്പൂളിൽ നിന്ന് അനന്തര സ്പൂളിലേക്ക് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്ന റിബൺ മൂവ്മെന്റിന് നമ്മൾ എന്താ പറയാ? ഓട്ടോമാറ്റിക് മൂവ്മെന്റ് എന്നാണോ, അതോ ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് എന്നാണോ, അതോ ഓൾ ഓഫ് ദ എബോവ് എന്നാണോ പറയാ? ഏതാണ് വരിക? 57th ആൻസർ എന്താ വരിക? ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് ആണ് അല്ലെ വരിക. അതായത് ഒരു സ്പൂളിൽ നിന്ന് മറ്റൊരു സ്പൂളിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്ന ഇതിനെ റിബണിന്റെ ആ മൂവ്മെന്റ് നമ്മൾ എന്താ പറയാ? ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് എന്നാണ് പറയാ. ഇനി EFTന്റെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചത്. 58th ക്വസ്റ്റ്യൻ. ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് EFTS. EFTSന്റെ എക്സ്പാൻഡഡ് എന്താണ്? എക്സ്പാൻഡ് ചെയ്ത ഇലക്ട്രോ ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ചോദിച്ചതാണ് ഇതിനു മുന്നേ.
ഇനി 59th ക്വസ്റ്റ്യൻ. When the variable line spacer is used, the contact between the cylinder ratchet and the cylinder is ceased. അതായത് വേരിയബിൾ ലൈൻ സ്പേസർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സിലിണ്ടർ റാച്ചറ്റും സിലിണ്ടറും തമ്മിലുള്ള അവിടെയുള്ള ആ കോണ്ടാക്ട് അല്ലെ, ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ഷോസ് ദ വേരിയബിൾ ലൈൻ സ്പേസർ ഈസ്. ഇതിലേതാ ശരി, ഏതാ ശരി ഏതാ തെറ്റെന്നാണ് നോക്കേണ്ടത്. യൂസ്ഡ് ടു സീസ് ദ സിലിണ്ടർ, യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ സിലിണ്ടർ. എന്താ വരിക 59th ക്വസ്റ്റ്യൻ? അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി രണ്ടും ശരിയാണോ, അല്ലെങ്കിൽ ഡി ഓപ്ഷൻ എന്താ എയും ബിയും തെറ്റാണ്. എന്താണ് ആൻസർ വരിക? യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ സിലിണ്ടർ അല്ലേ വരിക? യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ സിലിണ്ടർ എന്നാണ് വരിക. ക്ലിയർ ആണല്ലോ? യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ സിലിണ്ടർ. ഓപ്ഷൻ ഏത് വരും? 59th ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി 60. ദ ഫിഗർ 370 is written in Roman numerals. റോമൻ ന്യൂമറൽസിൽ എഴുതുന്നത് എങ്ങനെയാണ് എഴുതുക എന്നാണ് ചോദിച്ചത്. ഇതിന്റെ ആൻസർ വരിക എത്രയാ വെച്ചാല് സി ആണ്, ഓപ്ഷൻ സി ആണ് വരിക. അപ്പൊ ഞാനത് പറഞ്ഞു തരാം. റോമൻ ന്യൂമറൽസ് എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, റോമനില് നമ്മളിപ്പം ആദ്യത്തെ ഒക്കെ 10 വരെ നമുക്കറിയാലോ. 1, അതേപോലെ അങ്ങനെയല്ലേ സെക്കൻഡിന് എഴുതുക, അതേപോലെ തേർഡ്, ഫോർത്ത്, ഇത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ. 10 വരെ അറിയാലോ. ഇനി നമ്മൾ അവിടുന്ന് ഇനി അങ്ങോട്ട് പറയുന്നത്, നമ്മൾ എപ്പോഴും ഈ റോമൻ ന്യൂമറൽസ് വെച്ച് നമ്മൾ എഴുതുക ഏതൊക്കെ ഉപയോഗിച്ചിട്ടാണെന്ന് ചോദിച്ചാല്, എൽ, സി, ബി, ടി ആണിത്, അതേപോലെ തന്നെ എം. ഇവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റോമൻ ന്യൂമറൽസ് ചെയ്ത. ഇപ്പൊ ഇവയ്ക്കൊക്കെ ഓരോ വാല്യൂ ഉണ്ട്. അപ്പം ഇതിന്റെ വാല്യൂ എന്താ? 1, ഇത് 5 ആണ്. എക്സിന്റെ ഇത് എത്രയാ? 10 ആണ്. എൽ വരുമ്പോ എത്ര? 50 വരും. സിയോ 100, ഡിന്റെ വാല്യൂ 500 ആണ്, എമ്മിന്റെ വാല്യൂ 1000 ആണ്. ദെൻ ഇവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റോമൻ ന്യൂമറൽസ് എഴുതുക. അപ്പം ഈ വലിയ വാല്യൂസ് ഇല്ലേ, ഈ വലിയ വാല്യൂസിന്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് വലിയ വാല്യൂസിന്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വാല്യൂ വലിയതായിട്ടാണ് കിട്ടുക. അപ്പം എക്സ്, ഇപ്പൊ ഉദാഹരണമായിട്ട് XL എന്ന് വന്നു വിചാരിച്ചോളൂ. XL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XL എന്ന് വന്നു വിചാരിച്ചോളൂ. XL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്രയാ? 50 ആണ്. എക്സിന്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. അപ്പം ഇതല്ലേ വലിയ വാല്യൂ. ഈ വലിയ വാല്യൂവിന്റെ ലെഫ്റ്റ് സൈഡില്, വലിയ വാല്യൂവിന്റെ ലെഫ്റ്റ് സൈഡില് ചെറിയ വാല്യൂ വന്നാൽ എന്താണ്? ആൻസർ കുറച്ചിട്ടാണ് എഴുതുക. അതായത് 50 - 10, ആൻസർ എന്ത് വരും? 40 വരും അല്ലേ. ഇനി തിരിച്ച് ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ വന്നാ എന്താ? ഇതല്ലേ വലിയ വാല്യൂ, ഇതിന്റെ വാല്യൂ 50 അല്ലേ ആൻസർ. സോറി, എല്ലിന്റെ വാല്യൂ 50 ആണ്, എക്സ് 10 അല്ലെ. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടാണ്, അതായത് വലിയ വാല്യൂവിന്റെ റൈറ്റ് സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്തോ? ആൻസർ കൂട്ടിയിട്ടാണ് നമ്മൾ എഴുതുക. ഇവിടെ കുറച്ച് എഴുതും, ഇവിടെ കൂട്ടിയിട്ട് വരും. ഇത് ഓർത്ത് വെക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 50 അല്ലെ. 50 + 10 60 + 10 70. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? 70 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പം ഇനി ഇവിടുത്തെ കേസ് എടുത്താലോ, 370 അല്ലേ ഇത് വരിക. അപ്പൊ ഇത് എഴുതുമ്പോ സിന്റെ വാല്യൂ എത്രയാ? 100. പിന്നെ ഇത് 50. ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറവല്ലേ. അപ്പം റൈറ്റ് ഭാഗത്തേക്കല്ലേ കുറവ് വന്നത്. അപ്പം വലിയ വാല്യൂന്റെ റൈറ്റ് ഭാഗത്തേക്ക് കുറവ് വന്നാൽ നമ്മൾ കൂട്ടിയിട്ടാണ് എഴുതുക അല്ലെ. അപ്പം 100 + 100 + 100 + 50. അപ്പം 350 + 10. അപ്പം 360 + 10 370. ക്ലിയർ അല്ലേ?
അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് റോമൻ ന്യൂമറൽസ് യൂസ് ചെയ്യുക. ഏതൊക്കെയാണ്? ഐ റോമനിലായിരുന്നു I1 V X L C D M ഇവയുടെ വാല്യൂസിനനുസരിച്ചാണ്. ഇതിന്റെ ആൻസർ 1, V 5, X എത്രയാണ് 10, L 50, C 100, D എത്രയാണ് 500, M 1000 അല്ലെ. പിന്നെ ഓർത്ത് വെക്കേണ്ടത് വലിയ വാല്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചെറിയ വാല്യൂ വന്നാൽ നമ്മൾ മൈനസ് ചെയ്തിട്ടും വലിയ വാല്യൂവിന്റെ റൈറ്റ് ഭാഗത്തേക്ക് ചെറിയ വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്തിട്ടുമാണ് ആൻസർ ചെയ്യുക. ഇത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്പ്യൂട്ടറിന്റെയും ടൈപ്പ് റൈറ്ററിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ച, അതായത് നമ്മൾ എടുത്ത പ്രീവിയസ് നമ്മൾ ക്ലാസ് എടുത്തതിൽ നിന്നാണ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും വന്നത്. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ് എടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത ക്ലാസ്സിലുള്ള അതേ പോയിന്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ഇതിൽ എടുക്കാനുള്ളത് എക്സലിന്റെയും ഒക്കെ ഭാഗങ്ങളാണ്. നമ്മൾ എക്സലിന്റെ ക്ലാസ്സിൽ എടുക്കുമ്പോൾ കൃത്യമായിട്ട് പറയും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.